എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ബൊറൂട്ടോ അവനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ തിരികെ ലീഫ് വില്ലേജിലേക്ക് പോകാനായിട്ട് തോന്നില്ല. കട്ട് ചെയ്ത ജൂഗോയെ കാണിക്കും. അവനെ ആണെങ്കിൽ ആ ഒരു ഫോഴ്സ് അവരവിടെ ഒരു റിസർച്ച് ലാബൊക്കെ സെറ്റപ്പ് ചെയ്ത് ജൂഗോയുടെ ബോഡിയിലേക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ അതങ്ങനെ ഇഞ്ചക്ട് ചെയ്യും. അതിനുശേഷം അവനെ നോക്കി ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സുമേരും ആ ന്യൂയി ആനിമലും അവർ രണ്ടുപേരും ഇപ്പൊ ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂയി ആനിമൽ ആണെങ്കിൽ സമയം മുൻപോട്ട് പോകുന്തോറും അതിന്റെ വലിപ്പവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഹൂഡിയൊക്കെ ഇട്ട് രണ്ടുപേർ അവിടേക്ക് വരിക. അത് മറ്റാരുമല്ല, സുഗട്സുവും കരീനുമാണ്. അടുത്ത നിമിഷം ആ ന്യൂയി ആനിമലും സുഗട്സുവും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനും ടീമും ആണെങ്കിൽ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും സുമേരും അവളുടെ ന്യൂയി ആനിമലും ഉണ്ടോ എന്ന്. അപ്പോഴായിരിക്കും അവര് ദൂരത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ബൊറൂട്ടോയും ടീമും അവരെ ഓടിയെടുക്കും. അപ്പൊ അവർ കാണും സുഗട്സുവും കരീനും. അവരാണെങ്കിൽ സുമേരിനെയും ആ ന്യൂയി ആനിമലിനെയും നേർക്ക് അങ്ങനെ മുരച്ചു നിൽക്കുകയാണ്. സുഗട്സു ആനിമലിനെ അറഞ്ചം പുറഞ്ചം തല്ലി ആ സമറും ജിപ്സ് പോലും അവിടെ ബ്രേക്കാക്കും. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ ഇവരെ അറ്റാക്ക് ചെയ്യുന്നേ? പക്ഷെ മീച്ചുകയ്ക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സുഗട്സുവും കരീനും ആണെന്ന്. സുഗട്സു, മീച്ചുക, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്തിനാ അവരെ അറ്റാക്ക് ചെയ്തേ? ഉടനെ അവർ രണ്ടുപേരും ആ മാസ്ക് ഒക്കെ മാറ്റി ഇപ്പൊ സാറുടെയും ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. സുഗട്സു പറയും, ഞാനതിനെ അറ്റാക്ക് ചെയ്തതല്ല, അത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പ്രിവെന്റ് ചെയ്തതാണ്. ഉടനെ കരീനാണെങ്കിൽ ഇപ്പൊ സുമേരിന് അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരു ഭാഗത്ത് കിടത്തും. പേടിക്കേണ്ട ആവശ്യമില്ല, അവൾ കുറച്ച് ടയേർഡാണ്, അല്പസമയം കഴിഞ്ഞാൽ അവൾ കോൺഷ്യസ് ആവും. സുഗട്സു പറയും, ഞങ്ങൾ ഇവിടേക്ക് വന്നത് മറ്റൊന്നിനുമല്ല, ആ ജൂഗോയെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുപോകാനാണ്. ഒറോച്ചുമാറു പറഞ്ഞതനുസരിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ അവറ്റകളെ ക്യൂർ ചെയ്യാനായിട്ട് കുറച്ച് നാളായി ഇവിടെ ഉണ്ട്. സോ അവനെയും കൂട്ടി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരികെ പോകണം. ഓൾറെഡി ജൂഗോയുടെ ബോഡിയിൽ ഒരു കേഴ്സ് മാർക്ക് പവർ ഉണ്ട്. സോ ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ജൂഗോയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ജൂഗോയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടേക്ക് എത്തിയത്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അവരോട് പറയും. അതിനുശേഷം അവരെല്ലാവരും എങ്ങനെയാ വില്ലേജിലേക്ക് കയറി പറ്റാം എന്ന് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ സുമേരു പെണ്ണിനെ കാണുമ്പോൾ കുറച്ച് സങ്കടവും തോന്നും. അവൾ ഞങ്ങളുടെ ടീംമേറ്റ് ആണ്, അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തിൽ ബൊറൂട്ടോ അവളെ തന്നെ നോക്കി നിൽക്കും. അല്പസമയം കഴിയുമ്പോൾ കരീൻ അവളാണെങ്കിൽ സാറുടെയും കൂട്ടി ഒരു ഭാഗത്തേക്ക് പോവും. അതിനുശേഷം അവർ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാണ്. കരീനാണെങ്കിൽ ഇപ്പൊ സാറുടെയോട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ സുമൈറിന് അവൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. സാറുടെ ആണെങ്കിൽ അവർ ലാസ്റ്റ് ടൈം കണ്ട കാര്യം അത് മുഴുവൻ ആലോചിക്കും. അതിനുശേഷം കരീൻ അവളുടെ പവറിനെ കുറിച്ച് ഇപ്പൊ സാറുടെക്ക് പറഞ്ഞു കൊടുക്കും. നിന്റെ പപ്പ ഒരുപാട് തവണ എന്റെ കൈയൊക്കെ കടിച്ചിട്ടുണ്ട്, എന്റെ കൈയൊക്കെ കടിച്ച് എനർജി അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കേട്ട് സാറുടെ വണ്ടറടിക്കും. ഉടനെ കരീൻ അവൾ ചിരിച്ചിട്ട് പറയും, നീ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. എന്റെ ബോഡിയിലുള്ള ചക്ര പവർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. അതിനാരെങ്കിലും എന്റെ കൈ കടിച്ചാൽ മാത്രം മതി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ജൂഗോ അവൻ പതിയെ കണ്ണു തുറക്കും. ഉടനെ ടൊസാക്കോ ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കണ്ണിൽപ്പെട്ട ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ എല്ലാം തന്നെ പിടിച്ച് ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ മീറ്റ്സുക ആണെങ്കിൽ അവിടേക്ക് വന്ന് ക്ലാസ് റെപ്പ് അവൾ കണ്ണു തുറന്ന കാര്യം അവരോട് പറയും. ക്ലാസ് റെപ്പ് ആണെങ്കിൽ ഇപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങും. ഞങ്ങളെ രണ്ടുപേര് കേഴ്സ് മാർക്ക് പവർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. കഴുത്തില് ഒരു പ്രത്യേകതരം ബെൽറ്റ് ഉണ്ട്. അപ്പോഴായിരിക്കും സാറഡ അവൾക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ ഓർമ്മ വരിക. അവരിൽ രണ്ടുപേരുടെ കഴുത്തില് ക്ലാസ് റെപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. സോ അവർ തന്നെയാണ് ഇതിന്റെ പിന്നില്. അതിന് കരീം പറയും അവരുടെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, ജൂഗോയുടെ ബോഡിയിലുള്ള ആ കേഴ്സ് മാർക്ക് പവറാണ്. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും ഡ്രാമ കളിച്ചത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ജൂഗോയെ കണ്ടെത്തിയേ പറ്റൂ. ഉടനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ വമ്പനൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത ഇവിടെ വസാബിയും നാമിഡയും അവർക്കാണെങ്കിൽ ആ കേഴ്സ് മാർക്ക് പവർ അതിന്റെ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലന്മാര് അവർ രണ്ടുപേരും നാമിഡയും വസാബിയും അവര് വേദന എടുത്ത് പൊളയുന്നത് കണ്ട് ചിരിക്കുകയാണ്. അപ്പൊ അതിൽ മെയിൻ വില്ലൻ ഡോർ തുറന്ന് ആ ബാക്കിയുള്ള വില്ലന്മാരോട് പറയും, നിങ്ങൾ ബാക്കി വെച്ച ആ ഒരു പെണ്ണ് അവളെയും കൂടെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവരണം. കാരണം അവളിലൂടെ നമ്മുടെ രഹസ്യങ്ങളെല്ലാം തന്നെ ലീക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അത് കേൾക്കേണ്ട താമസം അവരിപ്പോ വീണ്ടും കാട്ടിലേക്ക് വരികയാണ്.
ആ വില്ലന്മാരെ കണ്ട് ഇപ്പൊ നമ്മുടെ ടീം അവരാണെങ്കിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. സാറഡ അവള് ക്ലാസ് റെപ്പിന്റെ രൂപത്തിൽ മാറി ആ വില്ലന്മാരുടെ മുൻപിലൂടെ ഓടാനായിട്ട് ആരംഭിക്കും. അതേസമയം സുഗട്സുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും സ്പ്ലിറ്റായി ജൂഗോയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ വില്ലന്മാരുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് അവിടേക്ക് സ്ട്രൈറ്റ് വരികയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ക്ലാസ് റെപ്പ് അവളാണെങ്കിൽ വസാബിയുടെ അടുത്തേക്കും നാമിയുടെ അടുത്തേക്കും വരും. നാമിയുടെ അടുത്തേക്കും വരാണ്. അവരുടെ അവസ്ഥ കാണുമ്പോൾ അവൾക്ക് നല്ല വിഷമാവും. മറ്റൊരു ഭാഗത്ത് ആ മെയിൻ റിസർച്ചർ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊനാമാരുന്റെ റൂമിലേക്ക് വരും. അതിനുശേഷം ഒരു കത്തി എടുത്ത് ബെഡിൽ ആഞ്ഞു വെട്ടും. പക്ഷെ അവിടെ കൊനാമാരും ഇല്ല. അവൻ എവിടേക്കോ പോയി കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ സാറടയും കരീനും അവർ രണ്ടുപേരും ചേർന്ന് ആ വില്ലത്തി അവളെ മാത്രം വഴിതെറ്റിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ക്ലാസ് റെപ്പ് പെണ്ണ് അവളാണെങ്കിൽ നാമിടയ്ക്കും വസാബിക്കും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് കാട്ടിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും അവര് പോലും എക്സ്പെക്ട് ചെയ്യാതെ ആ വില്ലൻ അവരിപ്പോ അവരുടെ തൊട്ട് മുന്നിലേക്ക് വരിക. ഇവിടെ സുഗട്സും ബൊറൂട്ടോയും ടൊസാക്കോയെ കണ്ട് കാര്യങ്ങൾ മുഴുവൻ പറയും. അവനാണെങ്കിൽ അവരെ രണ്ടുപേരെയും ജൂഗോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിനുശേഷം അവരുടെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് അവൻ 2 നീഡിലെടുത്ത് സുഗട്സുവിന്റെയും ബൊറൂട്ടോയുടെ പുറകില് കുത്തി ഇറക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ആക്ച്വലി ടൊസാക്കോയും ആ വില്ലന്മാരുടെ ടീമാണ്. ഇവിടെ മറ്റൊരു വില്ലൻ ആ ക്ലാസ് റെപ്പ് അവളെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. നാമിടയ്ക്കും വസാബിക്കും അവർക്ക് ഓൾറെഡി ആ ഒരു കേഴ്സ് മാർക്കിന്റെ അറ്റാക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ വയ്യ. പക്ഷെ ഇത്തവണ ക്ലാസ് റെപ്പ് പെണ്ണ് അവൾ തിരിഞ്ഞോടാതെ ആ വില്ലനുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കും. അതേസമയം ടൊസാക്കോ അവനിപ്പോ സുഗട്സുവിനോടും ബൊറൂട്ടോയോടും സംസാരിക്കാൻ തുടങ്ങും. എനിക്ക് ആവശ്യം ജൂഗോയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ കേഴ്സ് മാർക്ക് പവറാണ്. നിങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് അവന്റെ പവർ അതെത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്ക് യു വെരി മച്ച്. ഇവനെ പോലെ ഒരാൾക്ക് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ടൊസാക്കോ അവൻ ജൂഗോയുടെ അടുത്തേക്ക് വരും. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഇപ്പൊ സുഗട്സു അവൻ നൈസായിട്ട് അവന്റെ വാട്ടർ പവർ അത് ഉപയോഗിക്കാൻ തുടങ്ങും. ആ വില്ലനാണെങ്കിൽ വീണ്ടും പറയും, ഞാൻ വേണമെന്ന് വെച്ച് തന്നെയാണ് കേഴ്സ് മാർക്ക് പവർ അതാ ബേർഡ്സിന്റെ ബോഡിയിൽ ട്രൈ ചെയ്തത്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച റിസൾട്ട് അത് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ആവശ്യം ഈ ജൂഗോയുടെ ബോഡിയിലെ കേഴ്സ് മാർക്ക് പവറാണ്. സുഗട്സു ആണെങ്കിൽ ഇപ്പൊ അവന്റെ വാട്ടർ പവർ അതങ്ങനെ കൊണ്ടുവന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ടീമിലുള്ള ബാക്കി 2-3 ആൾക്കാർ അവരവിടേക്ക് വന്ന് എത്രയും പെട്ടെന്ന് ജൂഗോയുടെ ബോഡി അതിവിടുന്ന് മാറ്റണം എന്ന് അവനോട് പറയും. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ഡബിൾ ഹാപ്പി ആവും. അവൻ ബൊറൂട്ടോട് പറയും, ഇനിയാണ് എന്റെ മെയിൻ ടെസ്റ്റ്, അത് ഞാൻ കാണിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഏതോ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പൊ ജൂഗോയുടെ ബോഡിയിലേക്ക് അവൻ ഇഞ്ചക്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ക്ലാസ് റെപ്പ് പെണ്ണും ആ വില്ലനും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ അവളുടെ വാട്ടർ സ്റ്റൈൽ പവർ അതൊക്കെ വെച്ച് അവൻ അറിഞ്ഞു പുറഞ്ഞ് അറ്റാക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവളുടെ മുൻപിൽ ഹായ് ആയിട്ട് നിൽക്കും. നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കണോ അതോ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണോ? നിനക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നീ അവരെ രക്ഷിക്കാൻ പറഞ്ഞ് അവനിപ്പോ നാമിടെയും വസാബി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം ക്ലാസ് റെപ്പ് അവളിപ്പോ അവളുടെ ന്യൂ ആനിമലിനെ അതിനെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം സാറടയും കരീനും അവർ രണ്ടുപേരും ഇപ്പൊ കട്ടയ്ക്ക് കമ്പൈൻ ചെയ്ത് ആ ഒരു വില്ലത്തിയെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. സാറടയാണെങ്കിൽ അവളുടെ ഷെയറിങ് കണ്ണ് അത് അവേക്കൻ ചെയ്ത് ആ വില്ലത്തെ ഇടിക്കും. പക്ഷെ ആ വില്ലത്തെ അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി സാറടയെ വെട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു മാറും. അതേസമയം ഇവിടെ നോയി ആനിമല് അതിന്റെ സൈസ് അതിപ്പോ വളരെ ചെറുതാണെങ്കിലും അതിനെ കൊണ്ട് പറ്റും പോലെ ആ വില്ലനെ അറഞ്ചും പൊറഞ്ചും അടിക്കുകയാണ്. അടുത്ത നിമിഷം വസാബിയും നാമിടയും അവരിപ്പോ പതിയെ നോർമലായി അവരും ഫൈറ്റ് ചെയ്യാനായിട്ട് കളത്തിലിറങ്ങുകയാണ്. അവരെ കാണുമ്പോൾ ക്ലാസ് റെപ്പ് പെണ്ണിന് അവൾക്ക് ഭയങ്കര സന്തോഷാവും. കട്ട് ചെയ്ത ഇവിടെ സാറടയും കരീനും അവർ രണ്ടുപേരും ഒരു പ്രത്യേക ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. കരീനാണെങ്കിൽ ആ വില്ലത്തയുടെ ചക്ര പവർ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങും. കരീനാണെങ്കിൽ അവളെ കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് സാറടയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ സാറട അവള് ശരിങ്ങ് കണ്ണുവെച്ച് ആ വില്ലത്തി ക്ലോസ് എത്തുമ്പോ അവൾ ആഞ്ഞൊരട്ടി. പക്ഷെ വില്ലത്തിക്ക് അവക്കൊന്നും സംഭവിക്കില്ല. അവൾ അങ്ങനെ കറങ്ങി വന്ന് സാറടയെ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. സാറടയാണെങ്കിൽ തെറിച്ചു പോയി അട്ടിച്ചു വീഴാണ്. അതിനുശേഷം അവളിപ്പോ കരീനെ അറ്റാക്ക് ചെയ്യാനായി കരീന്റെ അടുത്തേക്ക് വരും. ഉടനെ കരീൻ അവളുടെ ചെയിൻ പവർ ഉപയോഗിച്ച് ഇപ്പൊ വില്ലത്തിയെ പിടിച്ചു വലിച്ച് അതിൽ ലോക്ക് ചെയ്യും. അതിനുശേഷം സാറടയോട് അവളുടെ കൈ കടിക്കാൻ പറയും. പക്ഷെ സാറടയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ കരീനാണെങ്കിൽ അവളുടെ കൈ എടുത്ത് സാറടയുടെ വായിലേക്ക് വെക്കും. പിന്നൊന്നും സാറട നോക്കില്ല. അവളുടെ കൈ കടിച്ച് പവർ അബ്സോർബ് ചെയ്ത്
അങ്ങനെ ചാടി വന്ന് ആ വില്ലത്തിയെ അറഞ്ചം പൊറഞ്ചം ഇട്ടിച്ച് തല്ലി താഴിടുകയാണ്. പിന്നെ ആ വില്ലത്തിക്ക് അനക്കം ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ജൂഗോയെ കാണിക്കും. ടൊസാക്കോ ഇഞ്ചക്ട് ചെയ്ത ആ ഒരു ഇഞ്ചക്ഷൻ അത് ജൂഗോയുടെ ബോഡിയിലെ ആ ഒരു കേഴ്സ് മാർക്ക് പവർ അതിനെ മുഴുവനായിട്ടും അവേക്കൻ ചെയ്തിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മീറ്റ്സുക ഇപ്പോ കൊനോഹമാരുവിനെ കണ്ടെത്തും. ഉടനെ കൊനോഹമാരു പറയും അവര് ബേർഡ്സിനെ മാത്രമല്ല ഗ്രാമത്തിലുള്ള ജനങ്ങളെയും ഈ കേഴ്സ് മാർക്ക് ഉപയോഗിച്ച് ഉപദ്രവിക്കുകയാണ്. സോ ആദ്യം നമുക്ക് അവരെ രക്ഷിക്കണം. ഇവിടെ ആ ക്ലാസ് റെപ്പ് പെണ്ണും നാമിടയും വസാബിയും അവരൊരുപാട് നേരം അറഞ്ചം പൊറഞ്ചം ആ വില്ലത്തിയായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ തോൽപ്പിക്കാനാവില്ല. അവളുടെ പവർ അത് വീണ്ടും വീണ്ടും കൂടി വരുന്ന കണ്ട അവര് 3 പേരും ഒരു വലിയ മലയുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കും. ഇപ്പൊ ആ വില്ലത്തിയായിട്ട് ഫൈറ്റ് ചെയ്യുക അത് ആ നോയി ആനിമൽ ആണ്. ഉടനെ വസാബിയും നാമിടയും അവർ 2 പേരും ചേർന്ന് അവരുടെ പവർ അത് ക്ലാസ് റെപ്പിന് കൊടുക്കുകയാണ്. ക്ലാസ് റെപ്പ് ആണെങ്കിൽ ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ നോയി ആനിമലിനെ അതിനെ എൻഹാൻസ് ചെയ്ത് കൂടുതൽ പവർഫുൾ ആക്കി മാറ്റും. അതിനുശേഷം നോയി ആനിമലും ക്ലാസ് റെപ്പ് പെണ്ണും അവർ 2 പേരും ചേർന്ന് ആ വില്ലനെ അവനെ അറഞ്ചം പൊറഞ്ചം അടിച്ച് കഴുത്തിലുള്ള ബെൽറ്റ് തകർത്ത് ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം നോയി ആനിമല് ഇപ്പൊ അവന്റെ ബോഡിയിലെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ജൂഗോ ആണെങ്കിൽ വേദന എടുത്ത് പൊളയും. ഓരോ നിമിഷം കഴിയും തോറും ആ ഒരു കേഴ്സ് മാർക്ക് പവർ അത് അവന്റെ ബോഡിയിൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ശരിക്കും റിസർച്ച് ചെയ്യുന്ന 3 പേര് അവിടേക്ക് കടന്നു വരിക. അവരെ കണ്ടതും ടൊസാക്കോ അവരെ 3 പേരെ അറഞ്ച പൊറഞ്ച അടിച്ച് താഴെയിടും. ആ ഗ്യാപ്പിൽ ബൊറൂട്ടോ അവൻ നൈസായിട്ട് ജൂഗോയുടെ ബോഡിയിലെ കെട്ടഴിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്, അവനെ കൊണ്ട് അഴിക്കാനാവില്ല. പക്ഷെ അപ്പോഴേക്കും ജൂഗോയുടെ ബോഡിയിലെ ആ കേഴ്സ് മാർക്ക് പവർ അത് ഇൻക്രീസ് ആയി റാംപേജ് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.